അഖിലാണ്ടേശ്വരി ദേവി, അമ്മേ മഹാമായേ. സ്വാമിജി നിങ്ങളായിരുന്നോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. അമ്മേ ദേവി, എല്ലാരെയും നല്ലപോലെ കാത്തോളണേ അമ്മേ. ഓ മംഗള പരമേശ്വരി. ഇത് വാങ്ങിച്ചോളൂ സ്വാമിജി. എനിക്കിത് ആവശ്യമില്ല. സ്വാമിജി, അതെന്താ വേണ്ടാത്തത്? എന്തുകൊണ്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞത്? ഈ വീട്ടിലുള്ള ഒരാൾക്ക് ദുർമരണം സംഭവിക്കാൻ പോകുന്നു. ഒരു ആക്സിഡന്റിൽ ആ ആളുടെ ജീവൻ ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോകാൻ പോകുന്നു. അയ്യോ സ്വാമിജി, ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? ഒരു പൂജ നടത്തിയാൽ അയാളുടെ ശരീരത്തുള്ള മുഴുവൻ ദോഷവും അകന്നുപോയി നല്ലപോലെ ദീർഘായുസോടുകൂടി ജീവിക്കും. പൂജ എപ്പോഴാ ചെയ്യണ്ടേ സ്വാമിജി? നമുക്കൊട്ടും സമയമില്ല. ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ നമ്മളത് ചെയ്യണം. പൂജയ്ക്ക് എത്രയാ ചെലവാവുക? ഇതിന് കാശൊന്നും ചെലവാവില്ല. ഞാൻ ചെയ്യുന്ന പൂജയ്ക്ക് നിനക്ക് തൃപ്തി തോന്നിയാൽ നിന്റെ കയ്യിലിരിക്കുന്നത് കൊടുത്തോളൂ. ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചോളാം. ആയിക്കോട്ടെ സ്വാമിജി, നിങ്ങൾ അകത്തേക്ക് വരൂ. ഓം അമ്മേ ആദിപരാശക്തി, അമ്മേ ഭഗവതി, അഖിലാണ്ടേശ്വരി ദേവി, അമ്മേ എല്ലാവരെയും കാത്തോളണേ. ഇതാ സ്വാമിജി. ഓം ക്ലീം ഹ്രീം. നിന്റെ കഴുത്തിലുള്ള ആ സ്വർണ്ണമൂരി ഈ തട്ടിൽ വെക്കൂ മകളെ. ഇതെന്തിനാ സ്വാമിജി? പൂജ നടത്തുന്ന സമയത്ത് കഴുത്തിൽ യാതൊരുവിധ സ്വർണവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പൂജ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഓം മംഗള പരമേശ്വരി ദേവി, ഓം ക്ലീം ഹ്രീം, അമ്മേ മഹാമായേ, ഓം പരാഷ് പരാഷ് പരാഷ്. ഞാൻ ചെയ്യുന്ന ഈ പൂജ കൊണ്ട് ഈ വീട്ടിലെ ദോഷങ്ങൾ മുഴുവനും അകന്നു പോകട്ടെ. ഇവരുടെ കുടുംബത്തിന് നല്ലത് വരട്ടെ, ഇവൾക്ക് നല്ലത് വരട്ടെ. കണ്ണടച്ച് ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ മകളെ. ഇനി കണ്ണു തുറന്നോളൂ മകളെ. നിന്റെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ തീർത്ഥം കുടിച്ചോളൂ. പൂജ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ നടന്നു. നമ്മൾ ചെയ്ത പൂജ കൊണ്ട് നിന്റെ കുടുംബത്തെ ബാധിച്ചിരുന്ന മൊത്തം ദോഷവും മാറിപ്പോയിരിക്കുന്നു. അതെയോ സ്വാമിജി? സ്വാമിജിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാ സ്വാമിജി, എനിക്ക് തരാൻ പറ്റാവുന്ന ഒരു ചെറിയ കാണിക്ക. ഓം മംഗള പരമേശ്വരി ദേവി. സ്വാമിജി, ഇതെന്താ പെട്ടെന്ന് എനിക്ക് തലകറങ്ങുന്നത്? നിനക്കൊന്നും സംഭവിക്കില്ല. എങ്ങനെയായാലും ഇതിന് 1 ലക്ഷം രൂപയെങ്കിലും വില വരും. ഒരു 2 ചെയിനോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഈ വീട്ടിൽ CCTV ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നടന്ന കാര്യം ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. CCTV സെറ്റ് ചെയ്യാത്തവർക്ക് ഇത് തന്നെയാണ് ഗതി. ബൈ ബൈ. അതെ, എന്തെങ്കിലും സഹായം വേണോ? എടോ മാറിക്കടോ, താൻ തന്റെ പണി നോക്ക്. എനിക്ക് തന്നെ പോവാനറിയാം. മാറിക്ക്. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് നല്ലത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. എല്ലാം കലികാലം.
അതെ, നോക്കി താഴെ വിളിക്കും. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടേ വിടട്ടെ? ഒന്ന് പോടോ, ആ? എനിക്കെല്ലാം അറിയാം. അതിരിക്കട്ടെ, താൻ ആരാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ? താൻ മാറ്. ശ്ശേ, നിനക്കൊന്നു. നിന്നെയൊക്കെ സഹായിക്കാൻ തോന്നിയില്ലേ? എന്നെ വേണം പറയാൻ. ആ. ബെഡ് എവിടെ പോയി? കാണാൻ എന്തൊരു ഭംഗിയാ. മുഴുവനും കുടിച്ചിട്ട് ബോധം കെട്ടി കിടക്കുന്ന കണ്ടില്ലേ? ഇപ്പോൾ ഇവളെ നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. ഇത് വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനൊരു ചാൻസ് ഇനി ഒരിക്കലും കിട്ടില്ല. എന്താ ഇത്? ഡോർ ഓപ്പൺ ആയിരിക്കുന്നല്ലോ. കിട്ടിയ ചാൻസ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആരാണ് നീ? എന്താണ് ഇവിടെ ചെയ്യുന്നേ? ചെയ്തു പോയതാ സർ. ഈ ബെഡ്റൂമിൽ കയറാനുള്ള ധൈര്യമാണോ? എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഒരു പെണ്ണ് മരിച്ചിരിക്കുന്ന വീട്ടിൽ നിനക്കെന്താ ജോലി? നിന്നെ ഞാൻ... ശരി മോളെ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇനിയെങ്കിലും ഡോർ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. ഇതുപോലെ പബ്ബിലൊക്കെ പോയിട്ട് കുടിച്ചിങ്ങനെ വരരുതെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഡോറ് തുറന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ബെഡ്റൂമിൽ വരെ ഒരുത്തും കയറി. അതുപോലും അറിയാതെ നീ കിടന്ന് ഉറക്കമായിരുന്നു. ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ട് നിന്നെ എന്തെങ്കിലും ചെയ്തേനെ. സോറി ഏട്ടാ, ഇനി ഞാൻ ഒരിക്കലും വെള്ളം അടിക്കില്ല. ശരി, ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാം. സൂക്ഷിച്ചിരിക്കണേ. ഓക്കെ? ശരി ഏട്ടാ. ഹലോ. ഹലോ സാർ, നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. സാർ, ഞാൻ SR കൺസ്ട്രക്ഷനിൽ നിന്ന് വിളിക്കുന്നു. സാർ, ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ഫ്ലാറ്റ്സ് കുറഞ്ഞ വിലയിൽ സെയിൽസിനുണ്ട്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നേരിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരട്ടെ? ഇപ്പോഴതൊന്നും വേണ്ടെന്നേ. ഞാൻ വേണമെങ്കിൽ പിന്നെ പറയാന്നേ. സാർ, നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടോ? ഇല്ലെന്നേ. എനിക്കും വീട് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെയാണോ സാർ? ഞങ്ങളുടെ അടുത്ത് ഒരുപാട് കുറഞ്ഞ വിലയിൽ മെയിനായ ഏരിയകളിലൊക്കെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് സാർ. സാർ, നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരിൽ വന്ന് കണ്ട് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം സാർ. അങ്ങനെയാണോ? അതെ സാർ. ശരി, വരൂ. ഓക്കെ സാർ. ഞാൻ അഡ്രസ് അയക്കാം. ഓക്കെ അല്ലേ? സാർ, നിങ്ങൾ ഇന്ന് ഫ്രീ ആണോ സാർ? ഒരുപക്ഷെ ഇന്ന് ഫ്രീ ആണെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് നിങ്ങളെ ഞാൻ മീറ്റ് ചെയ്യാം സാർ. വരൂ. നോ പ്രോബ്ലം. ഓക്കെ സാർ, താങ്ക് യു. സാർ. ആരാ വേണ്ടത്? സാർ, അല്പനേരം മുമ്പ് SR കൺസ്ട്രക്ഷനിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ? നിങ്ങളല്ലേ നേരിൽ വരാൻ പറഞ്ഞത്? നിങ്ങളായിരുന്നോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. പറയൂ. സാർ, ഞങ്ങളുടെ അടുത്ത സിറ്റിക്കുള്ളിൽ ഒരുപാട് ഫ്ലാറ്റുകൾ സെയിലിനുണ്ട് സാർ. ഒരുപാട് കുറഞ്ഞ വിലയിലാ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൊടുത്താലും സാരമില്ല സാർ. എനിക്ക് ഓക്കെയാണ്. എനിക്കാണെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹം. പക്ഷെ എന്റെ വീട്ടുകാർക്കാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം. വീട് വാങ്ങിയിട്ട് കല്യാണം കഴിക്കണോ
അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വീട് വാങ്ങണമെന്ന് നല്ല സംശയമുണ്ട്. അങ്ങനെയാണോ സർ? നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഫ്ലാറ്റ് വാങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് കല്യാണം നടക്കും സർ. അങ്ങനെയാണോ? മനസ്സിലായില്ലല്ലോ. ഞങ്ങളൊരു മാട്രിമോണിയുമായിട്ട് ടൈപ്പിലാണ് സർ. ഉം. നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഫ്ലാറ്റ് വാങ്ങിയാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ അപ്പം തന്നെ അവർക്ക് കൊടുക്കും. അവരുടനെ തന്നെ നിങ്ങൾക്ക് അലയൻസ് നോക്കാൻ ആരംഭിക്കും സർ. കാരണം ഇന്നത്തെ കാലത്ത് സ്വന്തമായി വീടില്ലെങ്കിൽ ആരും വിശ്വസിച്ച് പെണ്ണിനെ തരില്ല സർ. നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടെങ്കിൽ ഉടനെ കല്യാണം നടക്കും സർ. നിങ്ങൾ പറയുന്നതും ഒരു വിധത്തിലൊക്കെ ശരിയാണ്. പക്ഷേ ചിലവർക്ക് സ്വന്തം വീട് ഉണ്ടായിട്ടും കല്യാണമാവുന്നില്ലല്ലോ. സർ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഉം. ഞങ്ങളുടെ അടുത്തുനിന്ന് ഫ്ലാറ്റ് വാങ്ങിയവർക്കൊക്കെ ഉടനെ കല്യാണം നടക്കും സർ. ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ നടക്കുവാണെങ്കിൽ നന്നായനെ. ഡീറ്റെയിൽസ് പറയൂ. ഓക്കെ സർ, ഇതിലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് സർ. ഈ സിറ്റിയിൽ ഞങ്ങൾക്ക് 30 ലക്ഷം മുതൽ 65 ലാക്ക് 70 ലാക്ക് 1 കോടി വരെ വാല്യൂ ഉള്ള അപ്പാർട്ട്മെന്റുകൾ ഞങ്ങളുടെ അടുത്ത് സെയിലിനുണ്ട് സർ. ആ ശരി, ഞാൻ 65 ലാക്സ് ഫ്ലാറ്റിനെ വാങ്ങിക്കോളാം. ഓക്കെ സർ. ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് അഡ്വാൻസ് തരാം. അല്ല, എത്ര അഡ്വാൻസ് ചെയ്യണ്ടേ? നിങ്ങളുടെ ഇഷ്ടാ സർ. നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയി 10 ലാക്സ് പോലും കൊടുത്താൽ മതി സർ. ബാക്കി പണം നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ സാവധാനം കെട്ടിയാൽ മതി. ആ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, സമയായി. ഞാൻ പോട്ടെ സർ. ആ ശരി.